നമ്മളെല്ലാവരും തന്നെ ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗം സമയവും കാത്തിരിപ്പിന് വേണ്ടി ചെലവഴിക്കുന്നവരാണ്. എന്ത് കാര്യത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കാൻ തയ്യാറാണ്, അല്ലെങ്കിൽ കാത്തിരിക്കുന്നവരാണ്. ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു വെക്കേഷന് വേണ്ടിയിട്ട്, വീക്കെൻഡിന് വേണ്ടിയിട്ട് ഒക്കെ കാത്തിരിക്കുന്നവരാണ് നമ്മൾ. വെയിറ്റിംഗ് അഥവാ കാത്തിരിക്കുക എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ നമ്മൾ ചെയ്യേണ്ടുന്ന പല കാര്യങ്ങളും നീട്ടിവെക്കുക എന്നാണ്. എന്തൊക്കെയോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പലതും നമ്മൾ നീട്ടിവെക്കുന്നു. അതാണ് അവിടെ ശരിക്കും സംഭവിക്കുന്നത്. സൈക്കോളജിയിൽ പറയുന്നത് വെയിറ്റിംഗ് അഥവാ കാത്തിരിക്കുക എന്ന് പറയുന്നത് ഒരു ട്രാപ്പാണെന്നാണ്. അതായത് നമ്മൾ ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ പലതും നാളത്തേക്ക് നീട്ടിവെക്കുന്നു, അല്ലെങ്കിൽ മറ്റൊരു നല്ല അവസരത്തിലേക്ക് നീട്ടിവെക്കുന്നു. അതല്ലേ അവിടെ ശരിക്കും നടക്കുന്നത്. പറഞ്ഞതുപോലെ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു നല്ല കാര്യം സംഭവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നാളെ ആവട്ടെ, നാളെ ചെയ്യാം, അല്ലെങ്കിൽ വെക്കേഷനാവട്ടെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നീട്ടിവെക്കുകയല്ലേ ചെയ്യുന്നത്. നമ്മൾ പൂർണ്ണമായിട്ട് നാളെനെക്കുറിച്ച് ചിന്തിക്കുമ്പം, അതായത് നാളെ പ്ലാൻ ചെയ്യുമ്പം പലപ്പോഴും സംഭവിക്കുന്നത് പ്ലാനിങ്ങിൻ്റെ ഒപ്പം തന്നെ ഇന്നത്തെ സന്തോഷങ്ങളും ഇന്നത്തെ കാര്യങ്ങളും ഇന്ന് നമ്മൾ ചെയ്ത് തീർക്കേണ്ട ഉത്തരവാദിത്തങ്ങളും ഒക്കെ മറന്നു പോകുന്നുണ്ട്, അല്ലെങ്കിൽ പലപ്പോഴും മനഃപൂർവ്വം അവഗണിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. അല്ലാതെ ഒരിക്കലും നാളെനെക്കുറിച്ച് പ്ലാൻ ചെയ്യരുതെന്നോ സ്വപ്നം കാണരുതെന്നോ അല്ല. ഇനി നമ്മൾ കാണാൻ പോകുന്നത് നമ്മൾ അപ്പപ്പോൾ ഉള്ള അതത് നിമിഷങ്ങളെക്കുറിച്ച് ഫോക്കസ് ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന മാനസികമായിട്ടുള്ള ഗുണങ്ങളാണ്, നമ്മുടെ സൈക്കോളജിക്കൽ ബെനിഫിറ്റ്സിനെ കുറിച്ചാണ്. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നമ്മുടെ ടെൻഷൻ കുറയ്ക്കും, അല്ലെങ്കിൽ നമ്മുടെ മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ, സ്ട്രെസ്സ്, ആങ്സൈറ്റി, അതുപോലെ നമ്മുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ തന്നെ ഏറ്റവും നല്ല വഴിയാണ് നമ്മൾ ഓരോ മൊമെൻറ്റും എൻജോയ് ചെയ്യുക എന്നുള്ളത്. അല്ലെങ്കിൽ നാളെക്കുറിച്ച് ഒരുപാട് ചിന്തിച്ച് ഒരുപാട് ഓവർ തിങ്ക് ചെയ്യാതെ ഏറ്റവും അടുത്തുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക എന്നുള്ളത്. പിന്നെ രണ്ടാമതായിട്ട് നോക്കുവാണെങ്കിൽ നമുക്ക് അതൊരു പോസിറ്റീവ് എക്സ്പീരിയൻസ് തരും. അതായത് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ എൻജോയ് ചെയ്ത് ചെയ്യാൻ നമുക്ക് പറ്റും. ഇപ്പം നമ്മൾ എന്തെങ്കിലും എഴുതുവാണെങ്കിൽ ആ പെൻ എങ്ങനെയാണ് നമ്മൾ പിടിക്കുന്നത് വരെ നമുക്ക് എൻജോയ് ചെയ്ത് പിടിക്കണം. അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കുവാണെങ്കിൽ ആ ഭക്ഷണത്തിലെ ഓരോ രുചികളും ഓരോ മണങ്ങളും നമുക്ക് ഫീൽ ചെയ്ത് കഴിക്കുമ്പോൾ നമുക്ക് അത്രയും അത് ആസ്വദിച്ച് കഴിക്കാൻ പറ്റും. നമ്മളൊന്ന് നടക്കാൻ പോകുവാണെങ്കിൽ അറിഞ്ഞ് നടക്കുക എന്ന് പറയും. അതായത് നമ്മൾ നടക്കുന്ന ഓരോ സ്റ്റെപ്പും നമ്മൾ തൊടുന്ന ഭൂമിയെ അറിഞ്ഞുകൊണ്ട് തൊടുക. അല്ലെങ്കിൽ നമ്മൾ കാണുന്ന പൂക്കളുടെ സ്മെല്ല് എൻജോയ് ചെയ്യുക. അതുപോലെ നമുക്ക് ഓവറോൾ ഒരു പോസിറ്റീവ് എക്സ്പീരിയൻസ് തരാൻ വേണ്ടിയിട്ട് ഇതുകൊണ്ട് സഹായിക്കും. അതുമാത്രമല്ല, നമ്മൾ അത്രയും ഫോക്കസ്ഡ് ആയിട്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ, നമ്മളിപ്പോൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ ആ ഒരു കാര്യത്തിലേക്ക് മാത്രം, ആ ഒരു ടാസ്കിലേക്ക് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യുമ്പം അതിൽ അത്രയും ക്ലാരിറ്റിയോടുകൂടി നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അതിലേക്കുള്ള കൂടുതൽ ഐഡിയാസ് നമുക്ക് കിട്ടും. അതേസമയം നമ്മൾ പല ടാസ്കുകൾ ഒരുമിച്ച് ചെയ്യുക, അല്ലെങ്കിൽ പല കാര്യങ്ങൾ ഒരുമിച്ച് ചിന്തിക്കുകയാണെങ്കിൽ മൊത്തത്തിലെല്ലാം കൂടെ കുഴയുന്ന രീതിയിൽ ഒരു ഭയങ്കര കൺഫ്യൂസ്ഡ് സ്റ്റേജിലേക്ക് എത്തിച്ചേരും നമ്മൾ. അതേസമയം നമ്മൾ ഒരു കാര്യം മാത്രം ഫോക്കസ് ചെയ്തിട്ട് ചെയ്യുവാണെങ്കിൽ അതിലേക്കുള്ള കൂടുതൽ ഓൾട്ടർനേറ്റീവ് ഐഡിയാസ്, അതായത് നമുക്ക് പല ഉപാധികൾ കിട്ടും, അല്ലെങ്കിൽ നല്ലൊരു ക്ലിയർ വേ കിട്ടും നമുക്ക് അതിൻ്റെ ഫൈനൽ പ്രോഡക്റ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ളത്. ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ എല്ലാ മൊമെൻറ്റ്സും എൻജോയ് ചെയ്യാം, എല്ലാ മൊമെൻറ്റ്സിലും ഫോക്കസ്ഡ് ആയിട്ട് നിൽക്കാം എന്നാണ് നമ്മൾ നോക്കുന്നത്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്, അല്ലെങ്കിൽ ഏറ്റവും ഫസ്റ്റായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ നല്ലൊരു ലിസണർ ആവുക, നല്ലൊരു കേൾവിക്കാരൻ അല്ലെങ്കിൽ കേൾവിക്കാരിയാകുക. മറ്റൊരാൾക്ക് നമ്മുടെ അടുത്ത് എന്താണോ പറയാനുള്ളത് അവരുടെ അടുത്ത് കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാതെ, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് അവരോട് അങ്ങോട്ട് സംസാരിക്കാതെ അവർക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാൻ തയ്യാറാവുക. അത് നമ്മളൊരു ലീഡറായാലും ഒരു മാനേജറായാലും, അതല്ല അവരുടെ കീഴുദ്യോഗസ്ഥരായാലും, ഫ്രണ്ട്സായാലും, നമ്മുടെ റിലേറ്റീവ്സിൻ്റെ ഇടയ്ക്കാണെങ്കിലും, ഒരാൾ നമ്മുടെ അടുത്ത് എന്തെങ്കിലും സംസാരിക്കാൻ വരുമ്പം നമ്മൾ അവർക്കൊരു നല്ല കേൾവിക്കാരനാവുക, അല്ലെങ്കിൽ കേൾവിക്കാരിയാകുക. അപ്പം അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ കേൾക്കുമ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അത് അവരുടെ അനുഭവങ്ങളാണ്.
അവരുടെ എക്സ്പീരിയൻസാണ് അവർ പറയുന്നത്. നമുക്ക് കൂടുതൽ അറിവ് കിട്ടും. പിന്നെ ചെയ്യാൻ പറ്റുന്നത് മൈൻഡ്ഫുൾ ആയിരിക്കുക, അല്ലെങ്കിൽ നമ്മളെപ്പോഴും റിലാക്സ്ഡ് ആയിരിക്കുക. പരമാവധി നമ്മൾ റിലാക്സ്ഡ് ആയിരിക്കുക. നമുക്ക് സ്ട്രെസ്സ് വരുന്നുണ്ട് എന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം ഒരു ഡീപ്പ് ബ്രീത്ത് എടുക്കുക. നല്ലൊരു ഡീപ്പ് ബ്രീത്ത് എടുക്കുക. ഏറ്റവും സമാധാനപരമായിട്ട് ഏറ്റവും റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. മറ്റൊന്നിനെക്കുറിച്ചും ചിന്തിക്കാതിരിക്കുക. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഒരു സമയത്ത് ഒരു കാര്യത്തിലേക്ക് മാത്രം ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഒരു കാര്യം മാത്രം ഏറ്റെടുക്കുക. ഒരേ സമയത്ത് പല കാര്യങ്ങൾ നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ടെൻഷൻ ഉണ്ടാവും, എങ്ങനെ ഇതെല്ലാം കൂടെ ചെയ്യാൻ പറ്റുമെന്ന്. അപ്പം നമ്മൾ ഒരു സമയത്ത് ഒരു കാര്യം മാത്രം ഏറ്റെടുക്കുക, അത് കംപ്ലീറ്റ് ചെയ്യുക. അത് ചെയ്തതിന് ശേഷം അടുത്ത കാര്യത്തിലേക്ക് കടക്കുക. പിന്നെ എല്ലാത്തിനോടും നന്ദിയുള്ളവരായിരിക്കുക, അല്ലെങ്കിൽ എല്ലാത്തിനെയും അപ്രീഷിയേറ്റ് ചെയ്യാൻ, എല്ലാ കാര്യങ്ങളെയും നല്ല രീതിയിൽ കാണാൻ ശ്രമിക്കുക. ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കാം. ചിലപ്പോൾ ഒരാൾ നമ്മുടെ അടുത്ത് ഹായ് ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നതായിരിക്കാം. നല്ല രീതിയിൽ അതിനെ കാണുക, തിരിച്ചൊരു ഗുഡ് മോർണിംഗ് തിരിച്ച് പറയുക. എന്തെങ്കിലും ഒരു നല്ല കാര്യം ഒരാൾ നമുക്ക് ചെയ്തു തരികയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു സഹായം ചെയ്തു തരികയാണെങ്കിൽ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഉപദ്രവിക്കാതിരിക്കുകയാണെങ്കിൽ പോലും നമ്മൾ അവരോട് താങ്ക്ഫുൾ ആയിരിക്കുക, നന്ദി പ്രകടിപ്പിക്കുക. എല്ലായ്പ്പോഴും നമുക്ക് നന്ദി പ്രകടിപ്പിക്കുന്നത് ഒരു വാക്കുകൊണ്ടോ ഒരു നന്ദി പറച്ചിലോ അല്ലെങ്കിൽ ഒരു താങ്ക്സ് പറഞ്ഞതുകൊണ്ടായിരിക്കണം എന്നില്ല. ചെറിയൊരു പുഞ്ചിരിയാവാം, അല്ലെങ്കിൽ ഒരു സ്പർശനമാവാം, ചെറിയ മറ്റൊരു സഹായമാവാം. അങ്ങനെ എപ്പോഴും നന്ദി പ്രകടിപ്പിക്കുന്നവർ നന്ദിയുള്ളവരായിരിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.